സാധാരണയായി കാണപ്പെടാറുള്ള ഇമോഷണൽ ചലഞ്ചസ് ആങ്സൈറ്റി ആൻഡ് ഓവർ തിങ്കിങ് ആണ്. ആശങ്കയും അമിതമായ ചിന്തയും. രണ്ടാമത്തേത് സപ്രസ്ഡ് ആങ്കർ ആണ്. ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ദേഷ്യം. നിങ്ങളിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഹസ്സിനും നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും. നിങ്ങളുടെ വൈഫിനും നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും. നിങ്ങളുടെ ബോസിനെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും. അത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. വികാരങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം ചിന്ത കൺട്രോൾ ചെയ്യണം. അടുത്തതായി ഇമോഷൻ നമ്പിനെസ് ആണ്. ഒരു വികാരവുമില്ലാത്ത അവസ്ഥ. അടുത്തതായി ലോ സെൽഫ് വർക്കാണ്. ഞാനൊരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് എന്നുള്ള ഒരു തോന്നൽ. എനിക്ക് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു തോന്നൽ. ഒരാൾ നമ്മളോട് നന്നായി ബിഹേവ് ചെയ്താൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അവനെന്നെ നന്നായി ശ്രദ്ധിച്ചു, നന്നായി പെരുമാറി, അപ്പം നമ്മൾ നല്ല രീതിയിൽ പെരുമാറും അല്ലേ? മനസ്സിലാക്കുക, നമ്മുടെ തോട്ട്സാണ് നമ്മുടെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഇമോഷൻസ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മുടെ തോട്ട്സാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. നമ്മുടെ തോട്ട്സും ഇമോഷൻസും നിയന്ത്രിച്ചിട്ട് മറ്റുള്ളവരുടെ തോട്ട്സും ഇമോഷൻസും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അടുത്തതായി ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. മറ്റുള്ളവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നുള്ളൊരു ഭയം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആളുകളുടെ മുന്നിൽ പോയി സംസാരിക്കാൻ പറ്റില്ല, ഒരു വ്യക്തിയോട് കയറി ഇടപഴകാൻ പറ്റില്ല, നാലാൾ കൂടുന്നിടത്ത് ആകെ ഭയമാവും, നമ്മൾ എന്ത് പറയണം, അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അവരവരുടെ പണി കൃത്യമായി ചെയ്തോട്ടെ, അത് എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? അവയെല്ലാം എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നമ്മൾ ഇമോഷണൽ കൗൺസിലിങ്ങിലൂടെ പഠിക്കുന്നത്. നമ്മുടെ ചിന്തകളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് ഇമോഷണൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രോഗം വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഇത്രയും ടെസ്റ്റുകൾ എഴുതി തരുന്നത് എന്തിനാണ്? രോഗകാരണം മനസ്സിലാവാനല്ലേ? ഇത്രയും ടാബ്ലറ്റ്സ് കഴിക്കുന്നത് എന്തിനാണ്? രോഗകാരണം നിയന്ത്രിക്കാൻ. അതുപോലെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്.